ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ആസ് വി ഹാവ് സീൻ, based on ownership, business organizations may be sole proprietorship, joint Hindu family business, partnership, cooperative societies and joint stock companies. ഇതിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഒഴികെ ബാക്കിയുള്ളവയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞുവല്ലേ? എന്തൊക്കെയായിരുന്നു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും മുഖ്യ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞേ? യെസ്, ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ, ഷോർട്ടേജ് ഓർ ലിമിറ്റഡ് ക്യാപിറ്റൽ, അൺലിമിറ്റഡ് ലയബിലിറ്റി. ഹൗ ടു ഓവർകം ദീസ് ലിമിറ്റേഷൻസ്? മാനേജീരിയൽ സ്കില്ല്, ക്യാപിറ്റലിൻ്റെ അപര്യാപ്തത, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഈ പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഏതെങ്കിലും ഒരു ബിസിനസ് രൂപം വേണ്ടേ? യെസ്, these limitations of sole trading concern and partnership paved the way to a new form of organization called joint stock company. സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെയും പാർട്ട്ണർഷിപ്പിൻ്റെയും എല്ലാം മുഖ്യ ന്യൂനതകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ പരിചിതമായ ചില കമ്പനികളാണല്ലേ. എന്താണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? അതിൻ്റെ സവിശേഷതകൾ എന്താണ്? ആരാണ് ഇതിൻ്റെ ഓണേഴ്സ്? ഇവയെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്താ കമ്പനി? എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ് and has a legal status independent of its members. A joint stock company is the largest form of business organization. അപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോംഡ് ഫോർ ക്യാരിയിങ് ഔട്ട് എ ബിസിനസ് ആക്ടിവിറ്റി. ഇറ്റ് ഹാസ് എ ലീഗൽ സ്റ്റാറ്റസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ട്. ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. എന്തിനു വേണ്ടിയാണ് ആളുകൾ ഒന്ന് ചേർന്നിരിക്കുന്നത്? ജോയിൻ്റായി വർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ടു പെർഫോം എ ബിസിനസ് ആക്ടിവിറ്റിയാണ്. കമ്പനി ഈസ് an artificial person having separate legal existence, perpetual succession and a common seal. Companies are compulsorily to be registered under the Indian Companies Act 2013 or previous Act 1956. കമ്പനികൾ കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി പ്രത്യേക നിയമപരമായ ഒരു നിലനിൽപ്പ് കമ്പനിക്ക് ലഭിക്കുന്നു. സോ ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, പെർപച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ, ഇതാണ് ഒരു കമ്പനിയുടെ നിർവചനം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ മീൻസ് ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് നമുക്ക് കമ്പനിയെ വിളിക്കാം. അങ്ങനെ നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട വ്യക്തി ആയതിനാൽ ആ കമ്പനിക്ക് അതിലെ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട്, സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്, സ്ഥായിയായ നിലനിൽപ്പുണ്ട്. കമ്പനിക്ക് അതിൻ്റെ സിഗ്നേച്ചറിൻ്റെ സ്ഥാനത്ത് കമ്പനിയുടെ പേര് ആലേഖനം ചെയ്ത സീലാണ് പതിപ്പിക്കുന്നത്. അതാണ് കോമൺ സീൽ എന്ന് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഓൺഡ് ജോയിൻ്റ്ലി ബൈ all its shareholders.
ഓർഗനൈസേഷൻ ഓൺഡ് ജോയിൻ്റ്ലി ബൈ ഓൾ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഒരുമയോടെ ഒത്തൊരുമിച്ച് സംയുക്തമായി ഓണർഷിപ്പ് പങ്കിടുന്ന ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്സ് കോൾഡ് ഷെയർസ്. സപ്പോസ് ചെയ്യുക, ഒരു കമ്പനിയുടെ ആകെ മൂലധനം 1,00,000 രൂപയാണ്. ഈ 1,00,000 രൂപ എന്ന് പറയുന്ന ക്യാപിറ്റലിനെ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയി ഡിവൈഡ് ചെയ്യാം. 100 രൂപ മുഖവിലയുള്ള 1000 യൂണിറ്റായി വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇല്ലെങ്കിൽ 10 രൂപ മുഖവിലയുള്ള 10,000 യൂണിറ്റുകളായി കമ്പനിയുടെ ക്യാപിറ്റലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 1 രൂപ വിലയുള്ള 1,00,000 യൂണിറ്റുകളായി കമ്പനിയുടെ മൂലധനത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ ഭാഗത്തിനും പറയുന്ന പേരാണ് ഷെയർ എന്ന്. ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്സ്. ആ സ്മോൾ പാർട്സിന് നമ്മൾ പറയുന്ന പേരാണ് ഷെയർ. എ കളക്ഷൻ ഓഫ് ഷെയർസ് ഓർ ബണ്ടിൽ ഓഫ് ഷെയർസ്, അതിനാണ് നമ്മൾ സാധാരണ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനി മീൻസ് jointly owned by the members. The total capital is jointly owned. ഒരാളുടെ കയ്യിലല്ല ഉള്ളത്, ധാരാളം ആളുകളുടെ ഓണർഷിപ്പോടു കൂടിയുള്ള ഒരു സ്ഥാപനം. സോ ഷെയർ മീൻസ് എ പാർട്ട് ഓഫ് ദി ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പാർട്സ്. ഈച്ച് സച്ച് യൂണിറ്റ് ഈസ് ടേംഡ് ആസ് എ ഷെയർ. അപ്പോൾ ഒരു ഷെയർ കൈവശമുള്ളയാളെ എന്ത് വിളിക്കും? യെസ്, ഷെയർ ഹോൾഡർ. പേഴ്സൺസ് ഹു സബ്സ്ക്രൈബ്ഡ് ഷെയർസ് ആർ നോൺ ആസ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡ് ചെയ്യുന്നവൻ, കൈവശം വെക്കുന്നവൻ, വാങ്ങുന്നവൻ, ഓൺ ചെയ്യുന്നവൻ. ഒരു കമ്പനിയുടെ മൂലധനത്തിൻ്റെ ഒരു പങ്കിനെ ഷെയർ എന്ന് വിളിക്കുന്നു. ആ ഷെയർ കരസ്ഥമാക്കിയവനെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്യാപിറ്റലിനെ വിവിധ യൂണിറ്റുകളായി ഭാഗിക്കുന്നു. ആ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഷെയർ എന്ന് വിളിച്ചു. ആ ഷെയർ ഓൺ ചെയ്യുന്നവൻ ഷെയർ ഹോൾഡർ. ആ ഷെയർ ഹോൾഡറാണ് കമ്പനിയുടെ ഓണർ. എവറി ഷെയർ ഹോൾഡർ ഓൺസ് എ പീസ് ഓഫ് ദ കമ്പനി അപ് ടു ദ എമൗണ്ട് ദാറ്റ് ദേ ഹാവ് ഇൻവെസ്റ്റഡ്. കമ്പനിയുടെ ആകെ മൂലധനത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഓരോരുത്തർക്കും എത്ര ഓഹരിയാണോ ഉള്ളത് ആ ഓഹരിക്ക് തത്തുല്യമായി ആ കമ്പനിയുടെ ഓണർഷിപ്പിൻ്റെ അവകാശമാണ് ഓരോ ഷെയർ ഹോൾഡർക്കും ലഭിക്കുന്നത്. ദ ലയബിലിറ്റി ഓഫ് എ ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവൻ്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. എവിടെ? ടു ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഷെയറിൻ്റെ മുഖവില എന്താണോ അതിൽ അയാളുടെ ബാധ്യത ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികളായ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നിർവഹിക്കുന്നത്. ദെൻ കമ്പനിയുടെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എ കമ്പനി ഈസ് എ ക്രിയേഷൻ ഓഫ് ലോ ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇറ്റ് എക്സിസ്റ്റ് only in the law and not in any physical form. So we call it an artificial legal person. കമ്പനിയെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം സ്ഥാപനത്തെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ സ്ഥാപനത്തെ ഒരു ലീഗൽ പേഴ്സണായി പരിഗണിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി.
Like natural persons, a company can own property, borrow money, enter into contracts, sue and be sued. നമ്മളെപ്പോലെ തന്നെ ഒരു കമ്പനിക്ക് കമ്പനിയുടെ പേരിൽ വസ്തുവകകൾ, അസറ്റുകൾ വാങ്ങുന്നതിനും വായ്പകൾ വാങ്ങുന്നതിനും കരാറിൽ ഏർപ്പെടുന്നതിനും വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതിനുമെല്ലാമുള്ള അവകാശം ഉണ്ട്. So, company is an artificial person created by law. Then, separate legal entity. Registration of a company is compulsory. ഒരു കമ്പനി നിർബന്ധമായും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ രജിസ്ട്രേഷൻ കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യും. അൺലൈക്ക് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ്, the legal identity of a company and its members are separate. പാർട്ട്ണർഷിപ്പിലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും ഓണറിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് ആ ബിസിനസ്സിനില്ല. എന്നാൽ കമ്പനിക്ക് അതിൻ്റെ ഓണേഴ്സിൽ നിന്നും വ്യത്യസ്തമായ നിലനിൽപ്പുണ്ട്. As soon as the joint stock company is incorporated, it has its own distinct legal identity. ഒരു കമ്പനിയെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ സ്ഥാപനത്തിന് അതിൻ്റെ മെമ്പർമാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഐഡൻറ്റിറ്റി ലഭിക്കുന്നു എന്ന് സാരം. ദെൻ ഫോർമേഷൻ. എ കമ്പനി ഈസ് ഫോംഡ് ബൈ രജിസ്ട്രേഷൻ അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഓർ പ്രീവിയസ് ആക്ട്. ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇൻവോൾവ്സ് ലെങ്തി ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ എല്ലാ കമ്പനികളും കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. 1956 കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനികൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ രജിസ്ട്രേഷൻ പ്രക്രിയ കുറച്ച് കോംപ്ലിക്കേറ്റഡായ ലെങ്തി ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ആവശ്യമായ ഒരു സ്റ്റേജസ് ആണ്. ദെൻ പെർപെച്വൽ സക്സഷൻ. മെമ്പേഴ്സ് മേ കം ആൻഡ് മെമ്പേഴ്സ് മേ ഗോ, ബട്ട് ദ കമ്പനി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഡെത്ത്, ഇൻസോൾവൻസി ഓർ സെയിൽ ഓഫ് ഷെയർസ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ മെമ്പർമാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ ആളുകൾ, അംഗങ്ങൾ, ഷെയർ ഹോൾഡേഴ്സ് വരികയോ പോവുകയോ ചെയ്യാം. ഷെയർ ഹോൾഡർ മരണപ്പെടുകയോ ഇൻസോൾവൻ്റ് ആവുകയോ ചെയ്യാം. ഒരാൾ തൻ്റെ ഷെയർ വിറ്റ് ഒഴിവാകാം. ഇങ്ങനെ എന്തു ചെയ്താലും മുഴുവൻ അംഗങ്ങളും മരണപ്പെട്ടു പോയാൽ പോലും കമ്പനിക്ക് സ്ഥായിയായ ഒരു നിലനിൽപ്പുണ്ട്. കാരണം കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ഓൺലി ലോ ക്യാൻ പുട്ട് ആൻ എൻഡ് ടു ദിസ് കമ്പനി. നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട കമ്പനിക്ക് ഒരന്ത്യം കുറിക്കണമെങ്കിൽ അത് നിയമപ്രകാരം തന്നെ എല്ലാ സ്റ്റേജസും ഫോളോ ചെയ്തിട്ട് മാത്രമേ കമ്പനിയെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സാരം. അപ്പോൾ പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സ്ഥായിയായ ഒരു നിലനിൽപ്പുണ്ട്. മെമ്പർമാരുടെ ജീവിതവുമായി അവരുടെ ഷെയറിൻ്റെ കൈമാറ്റവുമായിട്ടൊന്നും കമ്പനിയുടെ നിലനിൽപ്പ് ആശ്രയിക്കുന്നില്ല. ദെൻ കൺട്രോൾ. ഒരു കമ്പനിയെ സംബന്ധിച്ച് ധാരാളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലേ. ഇവർക്കെല്ലാവർക്കും കൂടി കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ്, ഭരണനിർവഹണം നടത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. പിന്നെ എങ്ങനെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? യെസ്, ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ദ കമ്പനി ഈസ് അണ്ടർടേക്കൺ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് ലക്ഷക്കണക്കിന് ഓഹരി ഉടമകളുണ്ട്. ഈ ഓഹരി ഉടമകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ഭരണ നിർവഹണം നടത്തുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ് however do not have the right to be involved in the day-to-day affairs of the business. കമ്പനിയുടെ ഓണേഴ്സാണ് ഷെയർ ഹോൾഡർ. ഞാനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുള്ള അവകാശം സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല.
ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ഭരണ നിർവഹണം നടത്തുന്നത്. അതായത് ഇവിടെ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നൊരു എലമെൻ്റാണ് കമ്പനിയിൽ ഉള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the members is limited to the extent of the capital contributed by them in a company. The members can be asked to contribute to the loss only to the extent of the unpaid amount of shares held by them. ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡറുടെ ബാധ്യത അദ്ദേഹത്തിൻ്റെ ഷെയറിൻ്റെ വാല്യൂവിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നു. സപ്പോസ് ചെയ്യുക, ഒരു ഷെയറിൻ്റെ വില 100 രൂപയായിരുന്നു. അതിലൊരു ഷെയർ ഹോൾഡർ പെയ്ഡ് ₹60. കമ്പനിയുടെ ഷെയറിൻ്റെ വില മുഴുവൻ ഒരുമിച്ച് കമ്പനി ആവശ്യപ്പെടണമെന്നില്ല. കമ്പനിക്ക് ആവശ്യമുള്ള സമയത്ത് പല ഗഡുക്കളായിട്ടാണ് അതിൻ്റെ പണം ആവശ്യപ്പെടുന്നത്. അപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ഷെയറിൽ ഒരു ഷെയർ ഹോൾഡർ ഇതുവരെ അടച്ചത് 60 രൂപയാണ്. അതായത് ഈ ഷെയർ ഹോൾഡർ ഇനി അടയ്ക്കാൻ ബാക്കി എത്രയുണ്ട്? 40 രൂപയാണ് ബാലൻസ് ടു ബി പെയ്ഡ്. കമ്പനിക്ക് ബാധ്യത തീർക്കുവാൻ പറ്റാതെ വന്നെങ്കിൽ ഈ ഷെയർ ഹോൾഡറോട് കമ്പനിക്ക് ഇനിയും ആവശ്യപ്പെടാൻ പറ്റുന്നത് ഇദ്ദേഹം അടയ്ക്കുവാൻ ബാക്കിയുള്ള 40 രൂപ മാത്രമാണ്. അതാണ് ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദ ഷെയർ എന്ന് പറയുന്നത്. ഒരു ഷെയർ ഹോൾഡർ മുഴുവൻ തുകയും അടച്ചു പോയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എത്ര രൂപ ബാധ്യതയുണ്ടെങ്കിലും ഈ ഷെയർ ഹോൾഡറിൽ നിന്നും ഒരു പൈസ പോലും അധികമായിട്ട് കമ്പനി ആവശ്യപ്പെടാറില്ല. ദെൻ നെക്സ്റ്റ് ഈസ് കോമൺ സീൽ. Common seal is the official signature of a company. If it has a common seal, it must be affixed on every document of the company. അപ്പോൾ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ആർട്ടിഫിഷ്യൽ പേഴ്സണായ കമ്പനി അതിൻ്റെ എല്ലാ പ്രമാണങ്ങളിലും കമ്പനിയുടെ പേര് ആലേഖനം ചെയ്ത ഒരു സീല് പതിപ്പിക്കുന്നു. ആ സീലിനെയാണ് നമ്മൾ കോമൺ സീൽ എന്ന് വിളിക്കുന്നത്. ആ പ്രമാണങ്ങൾക്കെല്ലാം വില വരുന്നത് കമ്പനിയുടെ ഈ കോമൺ സീല് പതിപ്പിക്കും. ഇപ്പം നമ്മൾ ഓഫീസിൽ നിന്നും എന്തെങ്കിലും ഒരു രേഖ, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ ആ ഓഫീസ് മുദ്ര കാണും, ഓഫീസ് സീല് കാണും. ആ ഓഫീസ് സീല് ചാർത്തുമ്പോഴാണ് ആ സർട്ടിഫിക്കറ്റിന് വിലയുണ്ടാകുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ എല്ലാ പ്രമാണങ്ങളും ഈ കമ്പനിയുടെ സീല് ആലേഖനം ചെയ്യുമ്പോൾ, പതിപ്പിക്കുമ്പോൾ ആ പ്രമാണങ്ങൾക്ക് വില ഉണ്ടാകുന്നു. ദെൻ റിസ്ക് ബെയറിംഗ്. The risk of loss in a company is borne by all the shareholders. The risk of loss thus gets spread over a large number of shareholders. കമ്പനിയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ഓഹരി ഉടമകൾ ഉള്ളതിനാൽ കമ്പനിയുടെ ലോസ് ഈ ഓഹരി ഉടമകൾ എല്ലാവരും കൂടിയാണ് ഏറ്റെടുക്കുന്നത്. ആയതിനാൽ ആർക്കും അധിക ഭാരം ഉണ്ടാകുന്നില്ല എന്ന് സാരം. സോ ഇന്ന് കണ്ട കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. The total capital of the company is divided into a number of units. Each such unit is called a share. Shareholders are the owners and their liability is limited. Management of the company is in the hands of board of directors, the elected representatives of shareholders. Then features: it is an artificial person created by law. It has a separate legal entity apart from its members. It is formed by registration under the Companies Act. It has a perpetual succession. Then it is controlled by board of directors who are the elected representatives of the shareholders. Then liability of the shareholders are limited. Company has a common seal and the risk will be shared among the shareholders. Then it is the time to trust your understanding. Thank you for your cooperation. Thanks.